Good morning, sir. It's my privilege and honor that I'm standing in front of you. I came to know that you're veterans from Indian Air Force and you're better half. ആൻഡ് ഇതെന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് ഇവിടെ ഈ നാട്ടില് നിങ്ങൾ കുറേ പേര് ഒരുമിച്ച് സേർവ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി കുറെ സാക്രിഫൈസ് ചെയ്ത ഫാമിലീസാണ് ഇവിടെ വരുന്നത്. സോ ആസ് എ റിസൾട്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഫ്യൂ വേർഡ്സ് ഫ്രം യു so that it will be inspiration for the aspirants. So please introduce yourself. Please, sir. Carry on. നമസ്കാരം, ഞാൻ മുരളി, വൈഫ് മായയാണ്. ഞാൻ സ്വദേശം മുളന്തുരുത്തിയാണ്, എറണാകുളത്ത്. ഇപ്പോൾ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. ഇന്ത്യൻ എയർഫോഴ്സിലെ 1982 ഡിസംബറിലാണ് ഞാൻ ജോലിച്ചത്. ഡിസംബർ 2. 20 വർഷം സർവ് ചെയ്തു. അതിനുശേഷം 2002 ഡിസ്ചാർജ് ചെയ്തു. ചേരുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. റിക്രൂട്ട്മെന്റ് പോയതും ടെസ്റ്റുകളൊക്കെ എഴുതിയതും അതിന് പാസ്സായി ജോയിൻ ചെയ്ത് 20 വർഷം സർവ് ചെയ്തു. ഓഫ് കോഴ്സ് വൺ തിങ് ഐ കൻ സേ, നമ്മളുടെ ജീവിതത്തിനെ മോൾഡ് ചെയ്യുന്നതിൽ ആ ഒരു 20 വർഷം വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അതിന് സഹായകമായിട്ടുണ്ടോ. Means Air Force has really molded you into a different personality. Exactly. And today when you look back, do you feel proud of putting the uniform on you? Sure. Do you really miss it? മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ വൺ വേ, അതർ വേ നമ്മളെ ഒരു കേപ്പബിൾ ഒരു സിറ്റുവേഷനിൽ ആക്കിയതിനു ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ മിസ്സിംഗ് എന്ന് പറയാൻ. And one more thing what I'll ask is for the aspirants, if you want to give a advice or a talk little bit in just one sentence, how would you say that? ധൈര്യമായിട്ട് പോവാം, ഒരു പേടിക്കും വേണ്ട. ഓഫ് കോഴ്സ് ഞങ്ങളൊക്കെ ചേർന്നതിനേക്കാൾ എല്ലാ തരത്തിലും ഇപ്പോൾ സിറ്റുവേഷനൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഫിനാൻഷ്യലി ആണെങ്കിലും എഡ്യൂക്കേഷണലി പർപ്പസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് ധൈര്യമായിട്ട് പോവാം. ഇന്നത്തെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ തികച്ചും ഒരു പുതിയ ഒരാളായിട്ട് അവിടുന്ന് മാറും. അതിനകത്ത് ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേപോലെയുള്ള സർവീസുകൾ അത്യാവശ്യമാണ്. ഇവിടുത്തെ സിവിലിയൻസിന്റെ കൂടെ നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ വില അറിയുന്നത്. Okay, sir. So as you told, your name is Murli MP. Okay, ma'am, I would like to have a few words from you because from a civilian life, suddenly you got into a spouse of a soldier. അപ്പൊ ആ സമയത്ത് ഒരു സോൾജറിന്റെ ഭാര്യയാവാൻ പോവാണ് എന്നുള്ളൊരു തോന്നൽ വന്നപ്പോ കേട്ടപ്പോ what did you feel? My question was simple. എന്ന് വെച്ച് കഴിഞ്ഞാൽ it is not how the relation built. What was your feeling when you came to know that you are going to be a spouse of a soldier? കോട്ടയം ജില്ലയിലാണ്. ഞാൻ ആ കോട്ടയം ജില്ല വിട്ട് അധികം ഒരു സ്ഥലത്തേക്ക് ജീവിതത്തില് എറണാകുളം ജില്ല എന്നുള്ളതിനൊക്കെ കഴിഞ്ഞ് എങ്ങും പോയി അങ്ങനെ നമുക്കൊരു പരിചയമൊന്നുമില്ല. ആദ്യമായിട്ടാണ് കേരളത്തിന് വെളിയിൽ ഇങ്ങനെ ഒരു പട്ടാളക്കാരന്റെ വൈഫായിട്ട് ഞാൻ പോണത്. അപ്പൊ പട്ടാളക്കാരന്റെ വൈഫ് എന്ന് പറയുമ്പോ വാട്ട് വാസ് യുവർ ദാറ്റ് ഇന്റേണലി ടെൻഷൻ എന്നല്ല, എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് പുതിയൊരു ലോകമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. കാരണം എനിക്ക് ഒന്നും അറിയില്ല, ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതിനേക്കാൾ കഴിഞ്ഞ അനുഭവസ്ഥ ആയിരുന്നില്ലല്ലോ. വൺ തിങ്, അപ്പൊ ഇങ്ങനെ ഒരു ചിന്തയില് സർവീസിൽ വൈഫായിട്ട് സ്പൗസായിട്ട് വന്നിട്ട് വാട്ട് ഡിഡ് യു ഗെറ്റ് ദേർ? എനിക്ക് അവിടുന്ന് നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടി. ഇതുപോലെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വൈഫുമായിട്ട് സുഹൃത്ബന്ധം. It became a big family. ബിഗ് ഫാമിലി. അതെനിക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു ഭാഗ്യം പോലെയാണ് ഞാനത് കണക്കാക്കുന്നത്. So if I ask you the same question that I asked your this great veteran warrior Mr. Murli, if someone like you, innocent, who has not seen the world outside, has an opportunity to be a spouse of a soldier, what would be the message for them? മെസ്സേജ് നല്ല അനുഭവങ്ങൾ, നല്ല ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം, പിന്നെ നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒത്തിരി ഭാഗ്യങ്ങൾ എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്കിതൊന്നും അനുഭവമില്ല. അപ്പൊ വേറൊരു ഇതിൽ പട്ടാളത്തിൽ ചെന്നു അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും അവിടുത്തെ ജീവിത രീതിയെല്ലാം ഉൾക്കൊണ്ട് അതിനോട് സഹകരിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. പല സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും അവരുമായിട്ട് സഹകരിക്കാനും. ഇന്ന് when you look back to those days, are you missing it? മിസ്സിങ് ഉണ്ടായി. ഈ പറഞ്ഞ കൂട്ടുകാരെ എല്ലാവരും
പരിചയമായി. അവരെല്ലാവരും പല സ്ഥലങ്ങളിലാണ്. എനിക്കിപ്പോൾ അവരുമായിട്ട് വളരെ ചുരുക്കം ആൾക്കാരുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉള്ളൂ. അന്നത്തെ കാലത്താണെങ്കിൽ നമുക്കിന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. ഇല്ല. ഇപ്പൊ അങ്ങനെ ഒരു സൗകര്യം വന്നതുകൊണ്ട് ഇപ്പൊ കൂടുതലായിട്ടും പഴയതിനേക്കാളും കുറച്ചും കൂടെ ഇപ്പൊ ഈ പുതിയ ഇതില് കൂടുതലായിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സുഹൃത്ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട്, അവരെ എവിടെയെങ്കിലും വെച്ച് കാണാനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നത്. അതൊക്കെ വലിയ വലിയ സന്തോഷമാണ്. Okay, ma'am. Okay, sir. So thankful. Today I came to know that there is a get-together of your initial batch at this very Cherthala in Alapi district. And I hope I can meet you there again in between it. And thank you for your precious time.